ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ജോർജിയ ട്രിപ്പിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ജോർജിയയിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഹോട്ടലിൽ റൂം എടുത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞത്. അവിടുത്തെ ഭക്ഷണങ്ങളും കാര്യങ്ങളും നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കണമല്ലോ. പക്ഷേ നമുക്ക് അധികം ഒന്നും കഴിക്കാൻ സാധിച്ചില്ല. കുട്ടികൾക്കാണെങ്കിലും അധികം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതെല്ലാം ഒരുമാതിരി നോർമൽ ഫുഡൊന്നും നമുക്ക് അതിനകത്ത് അത്ര ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. കൂടുതലും ബ്രെഡും ഹണിയും ക്രോയിസൻറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് തിബിലിസിലെ ഓൾഡ് വില്ലേജിൽ ഒരു കാർ ഡ്രൈവിലേക്കാണ് ഇന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെറിയ വില്ലേജ് താഴെയിൽ നിന്നും മേളിലേക്ക് കാറിൽ പോവും. പക്ഷെ നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ശരിക്കും കണ്ടാൽ നമ്മുടെ കണ്ണിന് കുളിരേകുന്ന രീതിയിലുള്ള നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ആ വ്യൂവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ കുറച്ച് ട്രാവൽ, അതായത് യാത്ര ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. ഞങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട്, ഈ സ്പെല്ലിംഗ് ഒന്നും എനിക്ക് വായിക്കാൻ കറക്റ്റായിട്ട് അറിയില്ല, മെസ്ക്വഷ്ക എന്നൊക്കെയാ പറയുന്നത്. അവിടെ എങ്ങനെയാണോ എനിക്കറിയത്തില്ല. യൂറോപ്യൻ കൺട്രിയിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ യൂറോപ്പിൽ പോകാത്തതുകൊണ്ട് നമുക്കത് കൂടുതൽ പറ്റുന്നത് അറിയില്ല. എങ്കിലും ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ കാറിൽ കയറി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വലിയൊരു കാറിൽ കയറുന്നത്. കാറിൽ കയറി ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ലൈവ് ചെയ്തിരുന്നു. ഭയങ്കര റീച്ച് ആയിരുന്നു ലൈവിന്. എങ്കിലും നിങ്ങളെ കൂടി ഇത് കാണിക്കണമെന്ന് ഓർത്ത് വീണ്ടും കയ്യിലിരിക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് നിരത്തുകയാണ്. അവിടെ 6 കാറാണ് ഞങ്ങൾ കണ്ടത്. ഇതിങ്ങനെ ട്രിപ്പടിച്ച് ഓരോ 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ ഇതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. നമ്മളിത് കറക്റ്റ് നേരെ താഴെയിൽ നിന്ന് കയറി മേളിൽ വന്നിറങ്ങി. നമ്മൾ ഇവിടുത്തെ വലിയൊരു ക്യൂൻ രാജ്ഞിയുണ്ട്. ആ രാജ്ഞി അവിടെ വരെ വലിയൊരു ഫോട്ടോ വ്യൂ ആണ്. അപ്പോൾ അത് അവിടെ വരെ നമ്മൾ നടന്നു പോയി. അവിടെ ഒത്തിരി ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. വലിയൊരു മെയിനൊരു വരുമാന മാർഗമാണിത്. ഇത് ശരിക്കും മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കുഞ്ഞു വീടുകൾ. ഇവിടാണ് ഇവർ താമസിക്കുന്നത്. ചെറിയ വില്ലേജാണ്. അവിടെ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മൾ അകത്തോട്ടൊന്നും പോയില്ല, എങ്കിലും ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ അവിടെ വന്നൊരു കണ്ടൊരു മൊത്തം ടൂറിസ്റ്റ് ആൾക്കാരാണ്. ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കൊറോണ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അങ്ങോട്ട് വികസിച്ച് നല്ല രീതിയിൽ അവർ നല്ലോണം ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്നൊരു കൺട്രിയാണത്. ശരിക്കും 7 ദിവസം ഉണ്ടായിരുന്നു. 7 ദിവസം വളരെ മനോഹരമായി ശരിക്കും എൻജോയ് ചെയ്തു. കാണാനാണെങ്കിലും എല്ലാം നല്ല സ്ഥലങ്ങളാണ്. ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൂടെ വന്നവർക്കെല്ലാം ഹാപ്പി ആയിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ കിടന്ന് പറഞ്ഞ് അലയ്ക്കുന്നില്ല. ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടോളൂ ചെറിയൊരു മ്യൂസിക്കോട് കൂടി. ഓക്കെ, ടകടകടിങ്. അതുവഴി ഇതുവഴിയൊക്കെ ശരിക്കും തിരിഞ്ഞ് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട്, പള്ളികളൊക്കെ കണ്ട്, ആ ഒരു ശരിക്കും യൂറോപ്യൻ കൺട്രി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളെ ഒരു പള്ളി കാണിച്ചില്ലല്ലോ. ഇന്ന് കുറേ പള്ളികൾ വീഡിയോ ഷൂട്ട് ചെയ്തു. പക്ഷെ ചില പള്ളിയിലൊന്നും നമുക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. എങ്കിലും നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് വിചാരിച്ച് ഇന്നൊരു പള്ളിയിൽ കയറിയിട്ടുണ്ട്. പള്ളി എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് കുർബാനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മേളിൽ ഞങ്ങൾ കയറിയപ്പോഴാണ് ഇവിടെ ഓരോ സ്ലീഹന്മാരെയും ശരിക്കും അവര് ഓരോ രൂപങ്ങളും ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഓരോ രൂപങ്ങളും നല്ല രീതിയിൽ അവർ പ്രസന്റ് ചെയ്തിട്ട് മെഴുകുതിരിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനും എടുക്കാനും ശരിക്കും വിനോദ ആൾക്കാരെ എൻജോയ് ചെയ്ത് വരുന്നവരെ അവിടെ സ്വീകരിച്ചുകൊണ്ട് എല്ലാം വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വലിയൊരു കഥയുണ്ട് ഈ പള്ളിയെപ്പറ്റി. ഈ പള്ളിയിലായിരുന്നു അവർ പണ്ട് വാർ സമയത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ ഒളിച്ചിരുന്നതും. അവിടെ വാർ നടന്ന ഒക്കെ സമയത്തൊക്കെ വെളിയിൽ ആൾക്കാരൊക്കെ എല്ലാം ചെയ്തെങ്കിലും ഇതിനകത്തിലുള്ള ആൾക്കാർക്ക് ഒന്നും പറ്റാതെ ഇരുന്നു. ഈ ഒരു തുരങ്കത്തിൽ കൂടെ ആയിരുന്നു ആഹാരമൊക്കെ ഇവർക്ക് എത്തിച്ചിരുന്നത്. ഇപ്പോഴും അത് നല്ല രീതിയിൽ അവർ സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെ കയറി കാണാൻ സാധിച്ചു.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. ഇപ്പോൾ സമയം കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു. ജോമോൻ ഖലീക്കൽ.